ജില്ലാ പഞ്ചായത്ത് കടപ്രം ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീഷ്മ ബാബുരാജ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. പാവർട്ടി പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. പാവർട്ടി കവല സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം വൈകിട്ട് വെന്മേനാട് സമാപിച്ചു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെല്ലാം കോൺഗ്രസിന്റെയും UDFന്റെയും സമ്മതമില്ലാതെ പാവറട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ടോ അവരാരും തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളല്ല. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ പോലും അവരില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ UDFന്റെ ഭരണം വരണം എന്നുള്ളത് പാവറട്ടിയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ സമയത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള രൂപത്തിൽ 2010 ഫ്ലെക്സ് വെച്ചതുകൊണ്ടൊന്നും UDFന്റെ സ്ഥാനാർത്ഥികൾ ഓട്ടോറിക്ഷയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. എന്ത് തന്നെ കാണിച്ചാലും, ഏതെല്ലാം അഴിമതികളും അക്രമങ്ങളും കള്ളത്തരങ്ങൾ കാണിച്ചാലും UDFന്റെ സ്ഥാനാർത്ഥികൾ പാവറട്ടി പഞ്ചായത്തിലെ 16 വാർഡുകളും അതിനോടൊപ്പം തന്നെ പാവറട്ടി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളും വൻ വിജയത്തോടുകൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മത്സരിക്കുന്ന ആർക്കു വേണമെങ്കിലും മത്സരിക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരും തന്നെ 3 അക്കത്തിൽ എത്തില്ല. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരും തന്നെ 2 അക്കത്തിൽ എത്തില്ല എന്നുള്ളത് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുമെന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളൂ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NJ ലിയോ, സലാം വെന്മേനാട്, OJ സെബാസ്റ്റ്യൻ, AC ജോർജ്, UDF സ്ഥാനാർത്ഥികളായ CK തോബിയസ്, ആൻഡോ ലിജോ, വിജയ് വർഗീസ്, ടെസി ടീച്ചർ എന്നിവർ സംസാരിച്ചു.